പുതിയ കേന്ദ്ര സർക്കാർ ശബരി റെയിൽ പദ്ധതിയെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജില്ലയിലുള്ളവർ. ശബരിമല തീർത്ഥാടകർക്ക് കൂടി യാത്രാ സൗകര്യം ഒരുക്കിയാണ് 20 വർഷം മുമ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 1995 ശബരി റെയിൽ പാതയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. 6 ജില്ലകളിലെ മലയോരവാസികൾക്കും ശബരിമല തീർത്ഥാടകർക്കും സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. അങ്കമാലിയിൽ തുടങ്ങി എരുമേലി വരെ. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തെ പാതയുടെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ശേഷിക്കുന്ന ഭാഗത്തെ പാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ചു. എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിന്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാർ വഹിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടെ എല്ലാം ഏകദേശം നിലച്ചു. നഞ്ചങ്കോട് റെയിൽ നിർമ്മിക്കാൻ പകുതി പണം കൊടുക്കാം എന്ന് സംസ്ഥാന ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശബരി റെയിൽ പകുതി പണം അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ശബരി റെയിലിന് പകുതി പണം കേന്ദ്ര ഗവൺമെൻറ് തരും എന്ന് വളരെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പ്ലാനിംഗ് ബോർഡും ഇത് അറിയിച്ചതാണ്. പക്ഷേ ശബരി റെയിലിൻ്റെ കാര്യത്തിൽ പകുതി പണം അടയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. റെയിൽവേയുടെ നഷ്ടം കുറയ്ക്കാൻ പാതയുടെ ദൈർഘ്യം തിരുവനന്തപുരം വരെ നീട്ടി. പുതിയ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ച് ശബരി റെയിൽവേയെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ എരുമേലിയിൽ നിന്നും വലിയ ഗതാഗത കുരുക്കില്ലാതെ ശബരിമല തീർത്ഥാടകർക്ക് ശബരിമലയിൽ എത്താൻ കഴിയും. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.